ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അറൈവൽ ഓഫ് യൂറോപ്യൻസിന്റെയും അതുപോലെ തന്നെ യൂറോപ്യന്മാരുടെ സംഭാവന എന്ന് പറയുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, യൂറോപ്യന്മാരെ കുറിച്ചുള്ള അതിന്റെ അവസാനത്തെ ഭാഗമാണ് കേട്ടോ. ആക്ച്വലി ഈ ഒരു ചാപ്റ്റർ ഞാൻ വിട്ടുപോയതാണ്. ഓക്കെ, കാരണം എന്താ വെച്ചാൽ ഇത് പഴയ ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങോട്ട് പോയി നോക്കിയില്ല. അപ്പോൾ ഇതില് കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ഒരു SCERT ഒരു ചാപ്റ്റർ ഉണ്ട്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പോ ആ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇത് വിട്ടുപോയത് കൊണ്ട് ഞാനിപ്പോ നമ്മുടെ മാർത്താണ്ഡവർമ്മയുടെ മുതൽ ഇത് നമ്മുടെ തിരുവിതാംകൂറിന്റെ ഹിസ്റ്ററി ഉണ്ടല്ലോ, അപ്പൊ അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കിയ സമയത്ത് കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത്, അയ്യോ ഇത് എടുത്തില്ലല്ലോ എന്നുള്ളത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇതും കൂടെ ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ യൂറോപ്യൻസ് എന്നുള്ള ആ ഒരു ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം കേട്ടോ, കാരണം അതോടുകൂടി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പഴയ SCERT ആണ് കേട്ടോ, പുതിയതല്ല. 10th സ്റ്റാൻഡേർഡിന്റെ ബുക്കാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് പറയണമെന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് നോക്കിയാലോ എന്നാ. ഓക്കെ, അപ്പോ ഇതില് ആദ്യം പറയുന്ന എന്താണ്, ഇതില് ആദ്യം ഒരു ഡയറി കുറിപ്പ് പോലെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. 1498 മെയ് 20 ഞായറാഴ്ച. ഓക്കെ, സമീപസ്ഥമായി മനോഹരമായ മലനിരകൾ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വഴികാട്ടിക്ക് സ്ഥലം പെട്ടെന്ന് കൃത്യമായി തിരിച്ചറിയാൻ പറ്റിയില്ല. കരയോട് കുറെ കൂടി അടുത്തപ്പോൾ അയാൾ പറഞ്ഞു, നമ്മൾ കലക്കുറ്റിന് വടക്കായിട്ടാണെന്നും ഇത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനമെന്നും. ഈ കലക്കുറ്റ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയോ? നമ്മുടെ കോഴിക്കോടിനെ പറയുന്ന പേരാണ് ഈ കലക്കുറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ചിലപ്പോൾ ചോദ്യം വരാം, കലക്കുറ്റ് എന്ന് പണ്ട് അറിയപ്പെട്ടിരുന്നത് എന്താണെന്നുള്ളത് ചോദ്യം വരാം. അപ്പൊ കലക്കുറ്റ് എന്ന് പറയുന്നത് എന്താണ്? കോഴിക്കോട് അഥവാ കാലിക്കറ്റിനെയാണ് നമ്മൾ കലക്കുറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ അന്നു രാത്രി കലക്കുറ്റ് പട്ടണത്തിന് 2 കാതം ദൂരെ ഞങ്ങൾ നങ്കൂരം ഇട്ടു. കാപ്പിക്ക് പറയും. കാപ്യ എന്നാൽ എന്താണ്? കാപ്പാടിന് പറയുന്നതാണ് കാപ്യ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പട്ടണത്തെ ഞങ്ങളുടെ വഴികാട്ടി കലക്കുറ്റ എന്ന് തെറ്റിദ്ധരിച്ചതിനാലാണ് ഇപ്രകാരം ചെയ്തത്. അല്പം ദൂരെയായി പന്തരിനി എന്നറിയപ്പെടുന്നത് എന്താണ്? പന്തരിനി എന്നറിയപ്പെടുന്നത് എന്താണ്? പന്തരിനി എന്നറിയപ്പെടുന്നത്. ഓക്കെ, എന്ന പട്ടണവുമുണ്ട്. 4 വഞ്ചികളിലായി കരയിൽ നിന്ന് പുറപ്പെട്ട കുറെ പേർ ഞങ്ങളെ സമീപിച്ചു. അവർക്ക് അറിയേണ്ടത് ജനങ്ങൾ ഏത് നാട്ടുകാരാണെന്നായിരുന്നു. കലക്കുറ്റിലേക്കുള്ള വഴി അവർ ചൂണ്ടിക്കാട്ടി തന്നു. ഇതെന്താണ്? ഇത് നമ്മുടെ വാസ്കോഡ ഗാമയ്ക്കൊപ്പം അന്ന് എത്തിയിട്ടുണ്ടായിരുന്ന ആളാണ് അൽവാരോ വെൻഹോവ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇപ്പൊ വാസ്കോഡ ഗാമയ്ക്കൊപ്പം കേരളത്തിൽ എത്തിയ പോർച്ചുഗീസ് നാവികനായിട്ടുള്ള അൽവാരോ വെൻഹോവിന്റെ ഡയറി കുറിപ്പുകളാണ് നമ്മളിപ്പോൾ വായിച്ചത്. എന്താണ്? ഡയറി കുറിപ്പുകളാണ് നമ്മളിപ്പോ വായിച്ചത്. ഓക്കെ, അൽവാരോ വെൻഹോവിന്റെ ഡയറി കുറിപ്പുകളാണ് കേട്ടോ ഇത്രയും വായിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഓക്കെ, അടുത്തത് നോക്കാം. അതായത് 15ാം നൂറ്റാണ്ടിന്റെ എന്താണ്? 15ാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്താണ് യൂറോപ്യര് വ്യാപാരത്തിനായിട്ട് കേരള തീരത്തെത്തുന്നത്. ഓക്കെ, അപ്പൊ 15ാം നൂറ്റാണ്ടിന് അപ്പൊ ഏത് കാലഘട്ടത്തിലാണ് യൂറോപ്യർ എത്തിയെന്ന് ചോദിച്ചാൽ എന്താണ്? 15ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിലാണ് യൂറോപ്യര് വ്യാപാരത്തിനായിട്ട് കേരള തീരത്ത് എത്തുന്നത്. അപ്പൊ കേരളവുമായിട്ട് വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്നവര് പ്രധാനികൾ അറബികളും ചൈനക്കാരുമായിരുന്നു. അപ്പൊ അറബികളുടെ കാര്യം നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ്? കേരളത്തിൽ ആദ്യമായിട്ട് എത്തിയിട്ടുണ്ടെന്ന യൂറോപ്യൻ വിദേശികൾ എന്ന് പറയുന്നത് അറബികളാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. പിന്നെ കടൽമാർഗം വന്നതാണ് പോർച്ചുഗീസുകാർ. അപ്പൊ ആദ്യം വന്നത് അറബികളും കടൽമാർഗം വന്നിട്ടുണ്ടായിരുന്നത് പോർച്ചുഗീസുകാരുമാണ്. അപ്പോൾ കേരളവുമായി വ്യാപാരത്തിൽ ഏർപ്പെടുന്നവരില് പ്രധാനികൾ അറബികളും ചൈനക്കാരുമായിരുന്നു. അവരുടെ വ്യാപാര കുത്തക അവസാനിപ്പിക്കുക എന്നതായിരുന്നു പോർച്ചുഗീസുകാരുടെ ലക്ഷ്യം. പോർച്ചുഗീസുകാരുടെ ലക്ഷ്യം എന്തായിരുന്നു? അവരുടെ വ്യാപാര കുത്തക അവസാനിപ്പിക്കുക. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവര് കോഴിക്കോട്ടെ ഭരണാധികാരി. ഓക്കെ, കോഴിക്കോട്ടിലെ അന്നത്തെ ഭരണാധികാരി ആരായിരുന്നു? കോഴിക്കോട്ടിലെ ഭരണാധികാരി എന്ന് പറയുന്നത് സാമൂതിരി ആയിരുന്നു അല്ലെ. അപ്പൊ സാമൂതിരിയോട് പോയിട്ട് അറബി കച്ചവടക്കാരെ പുറത്താക്കണമെന്ന് പോർച്ചുഗീസുകാർ ആവശ്യപ്പെടണം. പക്ഷെ അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം ആ ഒരു ആവശ്യം നിരസിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് പോർച്ചുഗീസുകാരെ ഭയങ്കരമായിട്ട് ദേഷ്യത്തിലാക്കി. അപ്പൊ അതുപോലെ തന്നെ കോഴിക്കോടിന്റെ ശത്രു രാജ്യമായിരുന്നു കൊച്ചി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കൊച്ചിയിൽ താവളം ഉറപ്പിച്ചിട്ട് കേരളത്തിൽ ആധിപത്യം നേടാനായിട്ട് പോർച്ചുഗീസുകാർ ശ്രമിക്കുകയാണ്. മനസ്സിലായല്ലോ. അതായത് അറബിക്കാരും ചൈനക്കാരുമായിരുന്നു കൂടുതൽ ഇവിടെ കച്ചവടം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് പോർച്ചുഗീസുകാർക്ക് അത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ അന്നത്തെ കോഴിക്കോടിന്റെ സാമൂതിരിയോട് അവര് അറബിക്കാരെ പുറത്താക്കണം എന്ന് ആവശ്യപ്പെടുകയും അദ്ദേഹം അത് നിരസിക്കുകയും ചെയ്യുന്നത് പോർച്ചുഗീസുകാരെ ദേഷ്യത്തിലാക്കുകയാണ്. തുടർന്ന് അവര് കൊച്ചിയിൽ താവളം ഉറപ്പിക്കാനുള്ള കാരണം എന്താണ്? കോഴിക്കോടിന്റെ ശത്രു രാജ്യമാണ് കൊച്ചി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്നിട്ട് അവര് ആധിപത്യം നേടാനായിട്ട് പരിശ്രമം. അപ്പൊ കുഞ്ഞാലി മരക്കാർമാരുടെ നേതൃത്വത്തിലുള്ള സാമൂതിരിയുടെ നാവികപ്പട. അപ്പൊ സാമൂതിരിയുടെ നാവികപ്പട എന്താണ്? സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവൻ ആരാണ്? കുഞ്ഞാലി മരക്കാരാണ് അല്ലെ. കുഞ്ഞാലി മരക്കാർമാര്. അപ്പൊ കുഞ്ഞാലി മരക്കാർമാർ എന്ന് പറയുന്നത് സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരാണ്. നമ്മുടെ കുഞ്ഞാലിമാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പോർച്ചുഗീസുകാർക്കെതിരെ അറബിക്കടലിൽ ശക്തമായ ചെറുത്തുനിൽപ്പുകൾ നടത്തിയെങ്കിലും വിജയിക്കാൻ
നേടാനായിട്ട് പറ്റിയില്ല. പോർച്ചുഗീസുകാരെ കൂടാതെ ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും വ്യാപാര കുത്തക നേടുന്നതിനായിട്ട് പരസ്പരം മത്സരിച്ചു. കുരുമുളകിന് വേണ്ടിയായിരുന്നു മത്സരങ്ങളെല്ലാം. എന്തിനു വേണ്ടിയായിരുന്നു? ഞാൻ അടയാളപ്പെടുത്തുന്നത് എഴുതിയെടുക്കണേ. കുരുമുളകിന് വേണ്ടിയായിരുന്നു മത്സരങ്ങളെല്ലാം, അല്ലെ? കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത്, പൊന്നിന് അന്നും ഇന്നും ഭയങ്കര ഡിമാൻഡാണ് അല്ലെ? അപ്പോ നമ്മുടെ കുരുമുളകിന് വേണ്ടിയിട്ടായിരുന്നു ഈ മത്സരങ്ങളെല്ലാം നടന്നിട്ടുണ്ടായിരുന്നത്. 1663 ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്നും തുരത്തി. അപ്പൊ ഡച്ചുകാരാണ് പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്നും തുരത്തിയത്. അപ്പൊ തുരത്തിയ വർഷം ഏതായിരുന്നു? 1663 എന്നാൽ ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ തിരുവിതാംകൂറിലെ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ 1741 കുളച്ചൽ യുദ്ധത്തില് ഡച്ചുകാരെ പരാജയപ്പെടുത്തിയതോടെ അവർക്കും കേരളം വിട്ടു പോകേണ്ടി വന്നു. അല്ലെ? എന്താണ്? അതായത് ഇവര് പോർച്ചുഗീസുകാരെ പുറത്താക്കുന്നത് 1663 അല്ലെ? അവരുടെ വ്യാപാര കുത്തക സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അവർ കേരളത്തിൽ നിന്ന് അവരെ ഓടിച്ചു വിട്ടു. പക്ഷെ മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്തു? മാർത്താണ്ഡവർമ്മ ബ്രിട്ടീഷുകാരുടെ സഹായത്തോട് കൂടിയിട്ട് 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തോടുകൂടിയിട്ട് അവരും കേരളം വിട്ട് പോകേണ്ടി വന്നു. ഓക്കെ, അപ്പൊ ഇത് എഴുതിയെടുക്കണേ. ഇത്രയും എഴുതിയെടുക്കണം കേട്ടോ. തിരുവിതാംകൂറിലെ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ 1741, അപ്പൊ കുളച്ചൽ യുദ്ധം നടത്തിയത് ആരൊക്കെ തമ്മിലാണ്? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ്. അതേ തുടർന്ന് ഡച്ചുകാര് പരാജയപ്പെടുകയും അവർക്ക് കേരളം വിട്ട് പോവേണ്ടി വരികയും ചെയ്തു. അപ്പോൾ ഈ യുദ്ധത്തില് മാർത്താണ്ഡവർമ്മയെ സഹായിച്ചത് ആരാണ്? ബ്രിട്ടീഷുകാരാണ് മാർത്താണ്ഡവർമ്മയെ സഹായിച്ചത്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും നടന്ന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. അപ്പൊ കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത് ആരൊക്കെ തമ്മിലാണ്? ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും. ഓക്കെ, ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. ഈ കർണാട്ടിക് യുദ്ധത്തിൽ വിജയിച്ചത് ആരാണ്? ബ്രിട്ടീഷുകാരാണ് വിജയിച്ചത്. കർണാട്ടിക് യുദ്ധത്തിൽ വിജയിച്ചത് ആരാണ്? ബ്രിട്ടീഷുകാരാണ് കർണാട്ടിക് യുദ്ധത്തിൽ വിജയിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതോടുകൂടി ദക്ഷിണേന്ത്യയിലെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാരുടെ കയ്യിലായി. ഓക്കെ, ഇതിന്റെ എല്ലാം ഒരു അവസാനം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കയ്യിലാവുകയായിരുന്നു എല്ലാം, അല്ലെ? അപ്പൊ ഈ കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നിരുന്നത് ആരൊക്കെ തമ്മിലാണ്? ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലാണ്. ഇതിൽ ബ്രിട്ടീഷുകാർ ജയിക്കുകയും ഫ്രഞ്ചുകാര് തോൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ കുളച്ചൽ യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലാണ്? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ്. 1741 ഈ യുദ്ധം നടക്കുന്നത്. ഓക്കെ, അപ്പൊ കുഞ്ഞാലി മരക്കാർ എന്ന് പറഞ്ഞിട്ടൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അതെന്താണ് കൊടുത്തിരിക്കുന്നത്? കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത് കോഴിക്കോട്ടെ ഭരണം നടത്തിയിരുന്ന സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു. കുഞ്ഞാലി മരക്കാരെ കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഒന്നുകൂടെ പറയാൻ കേട്ടോ. അപ്പൊ കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്ത് മരക്കാർ കോട്ടയായിരുന്നു ഇവരുടെ ആസ്ഥാനം. അപ്പൊ ചോദിക്കാൻ സാധ്യതയുണ്ട്, നമ്മുടെ കുഞ്ഞാലി മരക്കാർമാരുടെ ആസ്ഥാനം എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്തെ മരക്കാർ കോട്ട എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്തെ മരക്കാർ കോട്ടയായിരുന്നു ഇവരുടെ ആസ്ഥാനം. ഓക്കെ, ഇവര് 4 പേരുണ്ടായിരുന്നു, അല്ലെ? 4 പേര് ഇവരുണ്ടായിരുന്നു. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയൻകോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മൂന്നാമനാണ്. അപ്പൊ ചാലിയൻകോട്ട തിരിച്ചു പിടിക്കാനായിട്ട് സഹായിച്ചത് ആരൊക്കെയാണ്? കുഞ്ഞാലി മൂന്നാമനാണ്. ചാലിയൻകോട്ട തിരിച്ചു പിടിക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ടായിരുന്നത് കുഞ്ഞാലി മൂന്നാമനാണ്. ചാലിയൻകോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഗാസി മുഹമ്മദ്, ആരാണ്? ഗാസി മുഹമ്മദ് 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യമാണ് ഫത്തുൽ മുബീൻ. എന്താണ്? നമ്മൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചൂലെ മിഞ്ഞാന്ന്? അതായത് വ്യക്തമായ വിജയം. എന്താണ് ഫത്തുൽ മുബീനിന്റെ അർത്ഥം? എന്താണ്? വ്യക്തമായ വിജയം എന്നാണ്. അതായത് ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഗാസി മുഹമ്മദ്, ആരാണ്? ഗാസി മുഹമ്മദ് 16-ാം നൂറ്റാണ്ടിൽ, എന്നാണ്? 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യം. ഏതാണ്? അറബിയാണ് ഭാഷ, അല്ലെ? അറബി കാവ്യമാണ് ഫത്തുൽ മുബീൻ എന്ന് പറയുന്നത്. ഇതിന്റെ അർത്ഥം എന്താണ്? വ്യക്തമായ വിജയം. വ്യക്തമായ വിജയം എന്നാണ് ഫത്തുൽ മുബീൻ എന്നുള്ളതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, ഇസ്ലാം മതത്തിനും ഹിന്ദു ധർമ്മത്തിനും വേണ്ടിയൊരു പോലെ പോരിടും ഹിന്ദുവായുള്ളൊരു രാജാവിനെ കണ്ടുപഠിക്കുവിൻ സുൽത്താൻമാരെ എന്ന വരികൾ അക്കാലത്തെ സാമുദായിക സൗഹാർദ്ദത്തെ സൂചിപ്പിക്കുന്നു. ഈ വരികൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അക്കാലത്തെ സാമുദായിക സൗഹാർദ്ദത്തെ സൂചിപ്പിക്കുന്നു. ഓക്കെ, അടുത്ത എന്താണ്? കുളച്ചൽ യുദ്ധം, അല്ലെ? കുളച്ചൽ യുദ്ധം എന്താണ്? നമ്മൾ SCRT-യിലും അന്ന് കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് എന്നുള്ളതിലെല്ലാം നമ്മൾ പഠിച്ചു. എന്നാൽ നമുക്ക് ഒന്നുകൂടെ നോക്കാം. കുളച്ചൽ യുദ്ധം ഡച്ചുകാരെ സംബന്ധിച്ചിടത്തോളം അത്യന്തം വിനാശകരമായിരുന്നു, അല്ലെ? അവരെ സംബന്ധിച്ചിടത്തോളം അത് അത്ര നല്ലതൊന്നും ആയിരുന്നില്ല. കാരണം പ്ലാസി യുദ്ധത്തെ പോലെ തന്നെ ഇതും ഒരു മഹായുദ്ധമൊന്നും ആയിരുന്നില്ല. പക്ഷെ എന്താണ്? കേരളം മലബാർ പിടിച്ചെടുക്കാമെന്ന ഡച്ചുകാരുടെ മോഹം ഇതോടുകൂടി അസ്തമിച്ചു. ഡച്ചുകാരുടെ ആയുധ ബലത്തിനേറ്റിട്ടുള്ള ആദ്യത്തെ ശക്തിയേറിയ പ്രഹരമായിരുന്നു കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്. അതിന്റെ ആഘാതത്തിൽ നിന്ന് മുക്തി നേടാൻ പിന്നീട് ഒരിക്കലും അവർക്ക് കഴിഞ്ഞില്ല. ഇത് തന്നെയാണ് യുദ്ധം കൊണ്ടുണ്ടായ ധാർമ്മിക നേട്ടവും. പറഞ്ഞതാരാണ്? സർദാർ KM പണിക്കറാണ്. ഹിസ്റ്ററി ഓഫ് കേരള. ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു 2 വരി തന്നിട്ട് ഇത് എഴുതിയത് ആരാണെന്നുള്ളത് ചോദിക്കാട്ടോ. അപ്പൊ സർദാർ KM പണിക്കറാണ് ഹിസ്റ്ററി ഓഫ് കേരള. ഓക്കെ, അപ്പൊ
അടുത്ത എന്താണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേരളത്തിലേക്ക്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഓക്കെ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കമ്പനിയുടെ പ്രതിനിധിയായിട്ട്, ഓക്കെ, പ്രതിനിധിയായിട്ട് 1615 കേരളത്തിലെത്തിയ ബ്രിട്ടീഷുകാര് സാമൂതിരിയെ സന്ദർശിക്കുകയും വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്തു. എന്താണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായിട്ട് 1615 കേരളത്തിലെത്തിയ ബ്രിട്ടീഷുകാർ, അല്ലെ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധികൾ ആരായിരുന്നു? ബ്രിട്ടീഷുകാരായിരുന്നു, അല്ലെ. അപ്പൊ 1615 അവർ കേരളത്തിലെത്തിയിട്ട് അവർ സാമൂതിരിയെ സന്ദർശിച്ചു. പക്ഷെ വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും അവർ ചെയ്തു, സന്ദർശിക്കുകയും ചെയ്തു, വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്തു. പിന്നീട് വിഴിഞ്ഞത്തും, ഇമ്പോർട്ടന്റ് ആണ്, വിഴിഞ്ഞത്തും തലശ്ശേരിയിലും അഞ്ചുതെങ്ങിലും പാണ്ടികശാലകൾ, അതായത് സംഭരണ കേന്ദ്രങ്ങൾ, പാണ്ടികശാലകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിക്കാനുള്ള അനുമതി കമ്പനി കരസ്ഥമാക്കി. എന്താണ്? വിഴിഞ്ഞത്തും. അപ്പൊ കേരളത്തിൽ ആദ്യത്തെ പാണ്ടികശാലകൾ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചത് എവിടെയാണ്? വിഴിഞ്ഞത്തും തലശ്ശേരിയിലും അഞ്ചുതെങ്ങിലും. വിഴിഞ്ഞത്തും തലശ്ശേരിയിലും അഞ്ചുതെങ്ങിലുമാണ് ആദ്യത്തെ പാണ്ടികശാലകൾ ഇവര് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പൊ കരസ്ഥമാക്കി. തുടർന്ന് ആറ്റിങ്ങൽ എവിടെയാണ്? ആറ്റിങ്ങൽ തിരുവനന്തപുരം. അപ്പൊ ആറ്റിങ്ങൽ റാണിയിൽ നിന്നും അഞ്ചുതെങ്ങിൽ കോട്ട പണിയാനുള്ള അനുവാദം നേടിയെടുത്തു. ഓക്കെ, അപ്പൊ കോട്ട പണിയാനുള്ള അധികാരം നേടിയെടുക്കുന്നത് എവിടെ നിന്നാണ്? ആറ്റിങ്ങൽ റാണിയിൽ നിന്നാണ് കേട്ടോ. ആറ്റിങ്ങലിലെ റാണിയിൽ നിന്നാണ് അവരത് നേടിയെടുക്കുന്നത്. ഓക്കെ, പിൽക്കാലത്ത് നമ്മുടെ പടിഞ്ഞാറൻ തീരത്ത്, എന്താണ്? പിൽക്കാലത്ത് പടിഞ്ഞാറൻ തീരത്തെ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും പ്രധാന സൈനിക കേന്ദ്രമായിട്ട് അഞ്ചുതെങ്ങ് മാറി. എന്താണ്? അതായത് റാണിയിൽ നിന്നും കോട്ട പണിയാനുള്ള അനുവാദം നേടിയെടുത്തെങ്കിലും പിൽക്കാലത്ത് പടിഞ്ഞാറൻ തീരത്ത് ബ്രിട്ടീഷുകാരുടെ ഏറ്റവും പ്രധാന സൈനിക കേന്ദ്രമായിട്ട് അഞ്ചുതെങ്ങ് മാറുകയാണ് ചെയ്തത്. അഞ്ചുതെങ്ങിനെ ബ്രിട്ടീഷ് സൈനിക കേന്ദ്രമാക്കിയതിൽ നാട്ടുകാർക്ക് ശക്തമായിട്ടുള്ള പ്രതിഷേധം അന്ന് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ 1721 ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായിട്ട് പോകുകയായിരുന്ന 150ഓളം പേരുള്ള ഇംഗ്ലീഷ് സംഘത്തെ നാട്ടുകാർ വധിച്ചു. ഓക്കെ, അപ്പൊ ഈ ഇംഗ്ലീഷ് സംഘങ്ങൾ ഉണ്ടാവല്ലോ, അവര് ഈ രാജാക്കന്മാർക്ക് പണ്ട് നമ്മൾ ഈ സമ്മാനങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഈ 1721 ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനമായിട്ട് പോവുകയായിരുന്ന 150ഓളം പേരുള്ള ഇംഗ്ലീഷ് സംഘത്തെ നാട്ടുകാർ വധിച്ചു. ഓക്കെ, ഇത് ആറ്റിങ്ങൽ കലാപം എന്ന് അറിയപ്പെട്ടു. അപ്പൊ ഇതിന്റെയൊക്കെ തുടക്കം എന്താണ്? ഇതാണ് ഇതിന്റെ ആറ്റിങ്ങൽ കലാപത്തിന്റെ തുടക്കം. ഓക്കെ, റാണിക്ക് സമ്മാനമായിട്ട് പോയിട്ടുണ്ടായിരുന്ന 150ഓളം ഇംഗ്ലീഷ് സൈനികരെ അന്ന് വധിക്കുകയാണ് ഉണ്ടായിരുന്നത് നാട്ടുകാര്. ഇതാണ് ആറ്റിങ്ങൽ കലാപം എന്നറിയപ്പെടുന്നത്. അപ്പൊ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ഇമ്പോർട്ടന്റ്. ഓക്കെ, എന്താണ്? ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ഓക്കെ, മൈസൂരിലെ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും, ആരാണ്? മൈസൂരിലെ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിൽ 1792 എഴുതിയെടുക്കണേ, 1792 ഒപ്പിട്ട ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. ഇതിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്, അല്ലെ. ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ചത് ആരൊക്കെ തമ്മിലാണ്? മൈസൂർ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിലാണ്. ഇത് ഒപ്പുവെച്ച വർഷം എന്നാണ്? 1792 അപ്പൊ ഈ സന്ധി പ്രകാരം അവർക്ക് ലഭിച്ച സ്ഥലം ഏതാണ്? ബ്രിട്ടീഷുകാര് മലബാറാണ് ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ തന്നെ 3-4 ചോദ്യങ്ങളുണ്ട്. മൈസൂരിലെ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിൽ 1792 ഒപ്പിട്ട ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. 1792 കൊച്ചി രാജാവ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച് കപ്പം കൊടുക്കാൻ നിർബന്ധിതനായി. 1795 ഉടമ്പടി പ്രകാരം തിരുവിതാംകൂറും ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു. ഓക്കെ, അപ്പൊ തിരുവിതാംകൂറും ഇത് അംഗീകരിക്കുകയാണ്. എപ്പോഴാണ്? 1795. പകരമായിട്ട് ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം അവർക്ക് ബ്രിട്ടീഷുകാർ അവര് വാഗ്ദാനം ചെയ്യാണ്, അല്ലെ. അപ്പൊ ഈ ഒരു ഉടമ്പടി ബ്രിട്ടീഷുകാരെ അംഗീകരിക്കണമെങ്കിൽ അവരൊരു ഡിമാൻഡ് വെച്ചിട്ടുണ്ടാവും. അതായത് ഞങ്ങൾക്ക് ശത്രുക്കളിൽ നിന്നും രക്ഷ വേണം. അപ്പൊ ഈ ഒരു ഇത് ഇവര് ഓക്കെ പറയുകയും പിന്നീട് ശത്രുക്കളിൽ നിന്ന് ബ്രിട്ടീഷുകാർ സംരക്ഷണം വാഗ്ദാനം ചെയ്യുകയാണ് ചെയ്തിരുന്നത്. അപ്പൊ അങ്ങനെ മലബാറിൽ നേരിട്ടും കൊച്ചിയിലും തിരുവിതാംകൂറിലും സാമന്ത രാജാക്കന്മാർ വഴിയും ബ്രിട്ടീഷുകാർ ഭരണം നടത്തി. ചുരുക്കത്തിൽ 18-ാം നൂറ്റാണ്ടോടെ കേരളം പൂർണ്ണമായിട്ടും ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായപ്പോ 15-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് ഇവരൊക്കെ വരുന്നത്. അപ്പൊ 18-ാം നൂറ്റാണ്ട്, അല്ലെ, 16, 17, 3 ആണ്ടുകൾ കഴിഞ്ഞതും കേരളം കംപ്ലീറ്റ് ആയിട്ടും ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി. ബ്രിട്ടീഷ് ഭരണം മീൻസ് യൂറോപ്യൻസിന്റെ, അല്ലെ. അപ്പൊ ഇതിന്റെ കീഴിലായി എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ,
ഇനി അടുത്ത എന്താണ് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല ചെറുത്തുനിൽപ്പുകൾ കേട്ടോ. വേലുത്തമ്പി ദളവ ഓക്കെ, കുണ്ട്ര വിളംബരം നടത്തിയത് ആരാണ്? വേലുത്തമ്പി ദളവയാണ്. ഓക്കെ, രാഷ്ട്രീയാധിപത്യം കൈക്കലാക്കിയ ബ്രിട്ടീഷുകാർ രാജാക്കന്മാരുടെയും നാടുവാഴികളുടെയും അധികാരത്തിൽ ഇടപെടാൻ തുടങ്ങി. നൂറ്റാണ്ടുകളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെയും അവകാശങ്ങളുടെയും മേലുള്ള കൈകടത്തലുകൾ അവർക്ക് ഇഷ്ടമായില്ല. ഇതിനെ മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും ബ്രിട്ടീഷുകാർക്കെതിരെ ചെറുത്തുനിൽപ്പുകൾക്ക് വളർന്നു വന്നു. ഓക്കെ, അപ്പോൾ അടുത്തതാരാണ്? കേരള സിംഹം അല്ലെ. കേരള സിംഹത്തിനെ കുറിച്ചാണ് പറയുന്നത്. കേരള സിംഹം എന്ന് പറയുന്ന ആരാണ്? പഴശ്ശിരാജ. പഴശ്ശിരാജയെ കുറിച്ചാണ് പറയുന്നത്. കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെട്ട പഴശ്ശിരാജയെ ബ്രിട്ടീഷുകാര് പൈച്ചി രാജ, എന്താണ്? പൈച്ചി രാജ എന്നും കൊട്ടിയോട്ട് രാജ, എന്താണ്? കൊട്ടിയോട്ട് രാജ എന്നുമാണ് വിശേഷിപ്പിക്കുന്നത്. പഴശ്ശിരാജാവിന്റെ ജീവിതം ഇതിവൃത്തമാക്കിയിട്ട് സർദാർ ഇത് ഇമ്പോർട്ടന്റ് ആണ്, സർദാർ KM പണിക്കർ. ഓക്കെ, സർദാർ KM പണിക്കര് കേരള സിംഹം. കേരള സിംഹം എന്ന കൃതി രചിക്കുന്നത് ആരാണ്? KM പണിക്കരാണ് കേട്ടോ. കേരള സിംഹം എന്ന കൃതി രചിക്കുന്നത് സർദാർ KM പണിക്കരാണ്. ഓക്കെ, നമ്മുടെ ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ തന്റെ വജ്രം മോതിരം വിഴുങ്ങി പഴശ്ശിരാജാവ് ആത്മഹത്യ ചെയ്തതായിട്ടാണ് നോവലിൽ പരാമർശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിലിപ്പോ ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ്. അദ്ദേഹത്തെ ബ്രിട്ടീഷുകാരിൽ രേഖകളിൽ പറയുന്നത് പൈച്ചി രാജ എന്നും കൊട്ടിയോട്ട് രാജാവെന്നുമാണ്. ഓക്കെ, അതുപോലെ തന്നെ പഴശ്ശിരാജാവിന്റെ ജീവിതം ഇതിവൃത്തമാക്കി സർദാർ KM പണിക്കർ കേരള സിംഹം എന്ന പേരിൽ ഒരു ചരിത്ര നോവല് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കേരള സിംഹം എന്നുള്ള വ്യക്തിയെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത എന്താണ്? പഴശ്ശി കലാപങ്ങളാണ് അല്ലെ. പഴശ്ശി കലാപങ്ങളാണ് പറയുന്നത്. അപ്പൊ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ നടന്ന ശക്തമായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയത് മലബാറിലെ കോട്ടയം രാജകുടുംബത്തിലെ കേരളവർമ്മ പഴശ്ശിരാജയാണ് അല്ലെ. കേരളവർമ്മ പഴശ്ശിരാജയാണ്. കോട്ടയം രാജകുടുംബത്തിലെ കേരളവർമ്മ പഴശ്ശിരാജ. അദ്ദേഹത്തിന്റെ രാജകുടുംബം ഏതാണ്? കോട്ടയം, മലബാറിലെ കോട്ടയം രാജകുടുംബമാണ്. ഓക്കെ, മൈസൂരിലെ ഭരണാധികാരികൾക്കെതിരെ ബ്രിട്ടീഷുകാർ സഹായിച്ചതിന് പകരമായിട്ട് കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയ്ക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ വിജയിച്ച ശേഷം വാഗ്ദാനം നിറവേറ്റാൻ ബ്രിട്ടീഷുകാർ തയ്യാറായില്ല. എന്താണ്? മൈസൂരിലെ ഭരണാധികാരികൾക്കെതിരെ ബ്രിട്ടീഷുകാരെ സഹായിച്ചു ആര്? നമ്മുടെ ഇദ്ദേഹം ആരാണ്? പഴശ്ശിരാജ എന്ന് പറയുന്നത്. അപ്പൊ അതിന് പകരമായിട്ട് പകരമായിട്ട് കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയ്ക്ക് വാഗ്ദാനം ചെയ്തെങ്കിലും വിജയിച്ച ശേഷം അവരതിന് തയ്യാറായില്ല. അതുമാത്രമല്ല, വയനാടിനു മേൽ ബ്രിട്ടീഷുകാര് അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു. അപ്പൊ പഴശ്ശിരാജ യുദ്ധത്തിന് ഇറങ്ങാനുള്ള മെയിൻ റീസൺ ആയിട്ട് പറയുന്നത് എന്താണ്? വയനാടിനു മേൽ എഴുതിയെടുക്കണേ. വയനാടിനു മേൽ ബ്രിട്ടീഷുകാർ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു. ഇതിനെതിരെ പഴശ്ശിരാജ ജനങ്ങളെ സംഘടിപ്പിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. അപ്പോൾ ചെമ്പൻ പോക്കർ, കൈതേരി അമ്പൂ നായർ, എടച്ചേന കുങ്കൻ നായർ. ഓക്കെ, അപ്പൊ ഇവരാണ് അദ്ദേഹത്തിന്റെ പ്രധാനമായിട്ടുള്ള പോരാളികൾ എന്ന് പറയുന്നത്. വയനാട്ടിലെ കുറിച്യ നേതാവായിട്ടുള്ള തലയ്ക്കൽ ചന്തു എന്നിവരുടെ സഹായത്താൽ പഴശ്ശിരാജ ശക്തമായ ഒളിപ്പോര് നടത്തി. പോരാട്ടത്തിനിടയിൽ 1805 നവംബർ 30 പഴശ്ശിരാജ വധിക്കപ്പെട്ടു. പഴശ്ശിരാജ വധിക്കപ്പെട്ട വർഷം എന്നാണ്? 1805 നവംബർ 30 അദ്ദേഹം വധിക്കപ്പെട്ടത്. വയനാട്ടിലെ കുറിച്യ നേതാവായിട്ടുള്ള തലയ്ക്കൽ ചന്തു. ഓക്കെ, ഈ 4 പേര് ഇമ്പോർട്ടന്റ് ആണ്. ചെമ്പൻ പോക്കർ, കൈതേരി അമ്പു, എടച്ചേന കുങ്കൻ നായർ, അതുപോലെ തന്നെ തലയ്ക്കൽ ചന്തു. ഈ 4 പേരും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്ത എന്താണ്? തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ അനിയന്ത്രിതമായി ഇടപെടുന്നതിനെതിരെയാണ് ദിവാൻമാരായ വേലുത്തമ്മിയും പാലിയത്തച്ഛനും പ്രതിഷേധിച്ചത്. 1880 ജനുവരി 11 പുറത്തിറങ്ങിയ കുണ്ടറ വിളംബരം. അപ്പൊ കുണ്ടറ വിളംബരം പുറത്തിറങ്ങിയത് എന്നാണ്? 1809 ജനുവരി 11 1809 ജനുവരി 11 കുണ്ടറ വിളംബരം പുറപ്പെടുവിക്കുന്നത്. അപ്പോ കുണ്ടറ വിളംബരത്തിലൂടെ വേലുത്തമ്പി ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്തു എന്നാണ് പറയുന്നത്. ഓക്കെ, പോരാടാനായിട്ട് ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. എന്താണ്? ഈ കുണ്ടറ വിളംബരത്തിലൂടെ ബ്രിട്ടീഷുകാർക്കെതിരെ വേലുത്തമ്പി ദളവ ജനങ്ങളോട് ആയുധമെടുത്ത് പോരാടാനായിട്ട് പറയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം ബ്രിട്ടീഷ് പ്രസിഡന്റ് മെക്കാളയുടെ ഔദ്യോഗിക വസതിയെ ആക്രമിച്ചു. പക്ഷേ ബ്രിട്ടീഷ് സൈന്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഇവർക്കായില്ല. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ വേലുത്തമ്പി ദളവ മണ്ണടിയിലെ ക്ഷേത്രത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്യുന്നത് എവിടെയാണ്? വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്യുന്നത് മണ്ണടിയിലെ ക്ഷേത്രത്തിലാണ്. അരിശം തീരാത്ത ബ്രിട്ടീഷുകാര് വേലുത്തമ്പിയുടെ ദളവയുടെ മൃതശരീരം തിരുവനന്തപുരത്തെ കണ്ണൻമൂല, എവിടെയാണ്? കണ്ണൻമൂലയിൽ കൊണ്ട് കെട്ടിത്തൂക്കി എന്നാണ് പറയുന്നത്. കണ്ണൻമൂലയിൽ കെട്ടിത്തൂക്കി പാലിയത്തച്ഛനെ മദ്രാസിലേക്ക് നാടുകടത്തി. എങ്ങോട്ടാണ്? പാലിയത്തച്ഛനെ മദ്രാസിലേക്ക് നാടുകടത്തി. പഴശ്ശിരാജ, വേലുത്തമ്പി, പാലിയത്തച്ഛൻ എന്നിവരുടെ പരാജയത്തോടെ ബ്രിട്ടീഷുകാരോടുള്ള നാടുവാഴികളുടെ എതിർപ്പ് അവസാനിച്ചെന്നാൽ ജനകീയ എതിർപ്പുകൾ തുടർന്നു എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ,
അപ്പോ ഈ ലോകമെമ്പാടുമുള്ള ഭാഗമാവുന്നു കേരളം, ലോക കമ്പോളത്തിന്റെ ഭാഗമാവുന്നു. അപ്പൊ ഭരണ നിയന്ത്രണം ഏറ്റെടുത്തോട് കൂടിയിട്ട് ബ്രിട്ടീഷുകാർ ഇവിടത്തെ ഉൽപ്പന്നങ്ങൾ ചുരുങ്ങിയ വിലയ്ക്ക് കൈക്കലാക്കുകയും അവരുടെ നാട്ടിൽ ഉണ്ടാകുന്ന വ്യവസായിക ഉൽപ്പന്നങ്ങൾ ഉയർന്ന വിലയ്ക്ക് ഇവിടെ വിറ്റഴിക്കുകയും ചെയ്തു. ഇതോടെ സ്വയം പര്യാപ്തമായിരുന്ന നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ തകർന്നു. ഇങ്ങനെ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ വിദേശ വ്യാപാരം വൻതോതിൽ വർദ്ധിച്ചു. കേരളം ലോക കമ്പോളത്തിന്റെ ഭാഗമായി. അപ്പൊ മെയിൻ ആയിട്ട് ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്തിരുന്നത് എന്തൊക്കെയാണ്? അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബോക്സ് ആണ്. കയറ്റുമതി ചെയ്തിരുന്നത് എന്തൊക്കെയാണ്? നാളികേരം, ശർക്കര, കശുവണ്ടി, കുരുമുളക്, അടയ്ക്ക, ഇരുമ്പയിര്. ഇറക്കുമതി ചെയ്തിരുന്നതോ? തുണിത്തരങ്ങൾ, മണ്ണെണ്ണ, പുകയില, പഞ്ചസാര, ലോഹ ഉൽപ്പന്നങ്ങൾ. ഓക്കെ, ലോഹ ഉൽപ്പന്നങ്ങൾ. അടുത്ത എന്താണ്? വ്യാപാരം സുഗമമാക്കാൻ. എന്താണ്? വ്യാപാരം സുഗമമാക്കാൻ. എന്താണ്? വ്യാപാരം സുഗമമാക്കാൻ. ഓക്കെ, വ്യാപാരം സുഗമമാക്കാൻ മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും നിലനിന്നിരുന്ന വ്യാപാര നിയമങ്ങൾക്ക് അനുകൂലമായിട്ട് ബ്രിട്ടീഷുകാർ ഭേദഗതി ചെയ്തു. ഏകീകരിച്ച നാണയ വ്യവസ്ഥ. ഓക്കെ, ഏകീകരിച്ച നാണയ വ്യവസ്ഥയും അളവ് തൂക്ക സമ്പ്രദായവും നടപ്പിലാക്കി. അപ്പൊ ഇത് ഒന്ന് ശ്രദ്ധിക്കണേ. അതായത് നാണയ വ്യവസ്ഥയും അളവ് തൂക്ക സമ്പ്രദായവും നടപ്പിലാക്കി. ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ റോഡുകളും പാലങ്ങളും റെയിൽ പാതകളും പണിതു. ഓക്കെ, ചരക്കു ഗതാഗതം സുഗമമാക്കാൻ കൊച്ചി, കോഴിക്കോട്, ആലപ്പുഴ തുറമുഖങ്ങൾ വികസിപ്പിച്ചു. ഓക്കെ, അപ്പൊ ഇത് നോക്കണേ. റെയിൽപാത. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. എവിടെ മുതൽ എവിടെ വരെയാണ്? ബേപ്പൂർ മുതൽ തിരൂര് വരെയാണ്. ബേപ്പൂർ മുതൽ തിരൂര് വരെ നീണ്ടു കിടക്കുന്ന ഈ റെയിൽപാത 1861 നിർമ്മിച്ചത്. എപ്പോഴാണ്? 1861 നിർമ്മിച്ചത്. അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോകുന്നതിലും വ്യവസായ ഉൽപ്പന്നങ്ങൾ വിദൂര ഗ്രാമങ്ങളിൽ പോലും എത്തിക്കുന്നതിനും റെയിൽവേയെ ബ്രിട്ടീഷുകാരെ ഉപയോഗപ്പെടുത്തി. ഓക്കെ, അടുത്തെന്താണ്? ബ്രിട്ടീഷ് ഭരണം ഭൂമിയുടെ മേൽ വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന അവകാശങ്ങളിൽ വലിയ മാറ്റം വരുത്തി. പ്രാദേശിക നാടുവാഴികളെയും ജന്മിമാരെയും ഭൂവുടമകളായി കണക്കാക്കുകയും അവർ ബ്രിട്ടീഷുകാർക്ക് കൊടുക്കേണ്ട നികുതി മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. ജന്മിമാരും നാടുവാഴികളും കുടിയാന്മാരുടെ മേൽ നികുതി ഭാരം അടിച്ചേൽപ്പിക്കുകയും കൃഷിക്കാരെ കുടിയൊഴിപ്പിക്കുകയും ചെയ്തു. ഇതോടെ മലബാറിലെ കൃഷിക്കാരുടെ ജീവിതം കൂടുതൽ പരിതാപകരമായി. ഇതിനെതിരെ നടന്ന കലാപങ്ങളെ പറ്റി നമ്മൾ മുൻ അധ്യായത്തിൽ പഠിച്ചിട്ടുണ്ട്. മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് വില്യം ലോഗ, ഇതൊന്നും ഇപ്പൊ പഠിക്കണ്ട കേട്ടോ, ഇതൊക്കെ നമുക്ക് പ്രക്ഷോഭങ്ങൾ പഠിക്കുന്ന സമയത്ത് പഠിക്കാം. ഓക്കെ, തിരുവിതാംകൂറിലും മാർത്താണ്ഡവർമ്മയുടെ കാലം മുതൽക്ക് തന്നെ ഭൂവുടമ സമ്പ്രദായങ്ങളിൽ മാറ്റം വരുത്തിയിരുന്നു. മാടമ്പിമാരുടെ ഭൂമിയെല്ലാം പണ്ടാരംഭക ഭൂമിയായി മാറി. ഈ പണ്ടാരംഭക ഭൂമിയിലെ കുടിയാന്മാർക്ക് അവർ കൃഷി ചെയ്യുന്ന ഭൂമി സ്വന്തമായി നൽകിക്കൊണ്ട് സുപ്രധാന വിളംബരം 1865 തിരുവിതാംകൂർ സർക്കാർ പുറപ്പെടുവിച്ചു. ഇത് പണ്ടാരപ്പാട്ട വിളംബരം എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, അപ്പൊ ഈ 1896 പാസാക്കിയ ജന്മി കുടിയാൻ നിയമപ്രകാരം തിരുവിതാംകൂറിൽ കുടിയാന് ഭൂമിയുടെ മേൽ ഉടമസ്ഥാവകാശം ലഭിച്ചു. ഇങ്ങനെ ഭൂരിഭാഗം കുടിയാന്മാരും തിരുവിതാംകൂറിന് മേൽ നാമമാത്രമായ ഭൂവുടമകളായി മാറി. ഇതിന് പകരമായി അവർ സർക്കാരിലേക്ക് വലിയ നികുതി അടയ്ക്കേണ്ടി വന്നു. ചുരുക്കത്തിൽ തിരുവിതാംകൂറിലെ കർഷകരും നികുതി ഭാരം കൊണ്ട് പൊറുതിമുട്ടി. 1914 കൊച്ചിയിൽ കുടിയായ്മ നിയമം നിലവിൽ വന്നത്. ഓക്കെ, അപ്പോ തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം നടന്ന എപ്പോഴാണ്? 1865. കൊച്ചിയിലാണെങ്കിൽ 1914 കുടിയായ്മ നിയമം നടക്കുന്നത്. മലബാറിൽ 1929 മലബാർ കുടിയായ്മ നിയമം വരുന്നു. ഓക്കെ, അടുത്ത എന്താണ്? നമ്മൾ ഇന്നലെ പഠിച്ചതുപോലെ തന്നെ അല്ലെ, ബ്രിട്ടീഷ് ആധിപത്യം കേരളത്തിലെ കാർഷിക രീതിയിലും വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചു. കേരള ഉൽപ്പന്നങ്ങൾക്ക് വിദേശ കമ്പോളങ്ങളിൽ ധാരാളം ആവശ്യക്കാരുണ്ടായിരുന്നു. മലയോര പ്രദേശങ്ങളിൽ കാപ്പി, തേയില, ഏലം, റബ്ബർ എന്നിവ വൻകിട തോട്ടങ്ങളിലായിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങി. മറ്റു വിളകൾ കൃഷി ചെയ്തതോടെ നെല്ലിന്റെ ഉൽപാദനം കുറയുകയും പല പ്രദേശങ്ങളിലും ഭക്ഷ്യക്ഷാമം പരന്നു പിടിക്കുകയും ചെയ്തു. ഇതിന് പരിഹാരമായി മരച്ചീനി കൃഷി വ്യാപിച്ചു. ഓക്കെ, ഇതേ കാലത്ത് തന്നെയാണ് ബ്രിട്ടീഷുകാർ കൊനോലിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിലെ തേക്ക് തോട്ടം ആരംഭിക്കുന്നത്. ഈ തോട്ടങ്ങൾ ഭൂരിഭാഗവും ബ്രിട്ടീഷുകാരുടെ ഉടമസ്ഥതയിലായിരുന്നു. വനഭൂമി വൻതോതിൽ ബ്രിട്ടീഷുകാർക്ക് പതിച്ചു നൽകിയും തോട്ടങ്ങളിലേക്ക് ഗതാഗത സൗകര്യം ഏർപ്പെടുത്തിയും തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഭരണാധികാരികൾ തോട്ടകൃഷി പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ കേരളം വാണിജ്യ വിളകൾ കൃഷി ചെയ്യുന്ന പ്രദേശമായി മാറി. ഓക്കെ, അപ്പൊ കൊനോലി പ്ലോട്ട് ഇന്നലെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. എന്താണ്? വ്യാപാര ആവശ്യത്തിനുള്ള കപ്പലുകൾ നിർമ്മിക്കുന്നതിന്. എന്താണ്? വ്യാപാര ആവശ്യത്തിനുള്ള കപ്പലുകൾ നിർമ്മിക്കുന്നതിന് വൻതോതിൽ എന്താണ്? വൻതോതിൽ തേക്ക് മരങ്ങൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ആവശ്യമായി വന്നു. തേക്കിന് പറ്റിയ മലബാറിലെ വളക്കൂറുള്ള മണ്ണിൽ തേക്ക് മരങ്ങൾ വച്ചു പിടിപ്പിക്കാൻ കളക്ടറായ ഹെൻറി വാലന്റൈൻ കൊനോലി, ആരാണ് കളക്ടർ ആയിട്ടുണ്ടായിരുന്ന? ഹെൻറി വാലന്റൈൻ കൊനോലിയെ കമ്പനി ചുമതലപ്പെടുത്തി. നിലമ്പൂർ മേഖലയിൽ 1500 ഏക്കറിൽ കൊനോലി 1823 മുതൽ 1838 വരെ തേക്ക് വെച്ച് പിടിപ്പിച്ചു. ഇത് പിന്നീട് കൊനോലി പ്ലോട്ട് എന്ന് അറിയപ്പെട്ടു. അപ്പൊ ഇത് വെച്ച് പിടിപ്പിക്കുന്നത് എന്താണ്? 1823 മുതൽ 38 വരെ 1500 ഏക്കറിൽ നിലമ്പൂരാണ് തേക്ക് തോട്ടം സ്ഥിതി ചെയ്യുന്നത്. വെച്ച് പിടിപ്പിച്ചത് ആരാണ്? കൊനോലിയാണ് വെച്ച് പിടിപ്പിക്കുന്നത്. ഓക്കെ,
തോട്ടവിളകളുടെ പരമ്പരാഗത വ്യവസായത്തിന്റെ വളർച്ച കേട്ടോ. അപ്പൊ ഇത് സംസ്കരിക്കുന്നതിന് കയറ്റി അയക്കുന്നതിനുമായിട്ട് ബ്രിട്ടീഷുകാർ കേരളത്തിലെ ഫാക്ടറികൾ ആരംഭിച്ചു. തേയില, കാപ്പി, റബ്ബർ എന്നിവ തോട്ടമേഖലകളിൽ വളർന്നു വന്ന വ്യവസായങ്ങളാണ്. ഇതോടൊപ്പം നാളികേരം, കശുവണ്ടി, കൈത്തറി, ബീഡി തുടങ്ങിയവയുമായിട്ട് ബന്ധപ്പെട്ട പരമ്പരാഗത വ്യവസായങ്ങളും ശക്തിയാർജിച്ചു. എണ്ണയാട്ട് മില്ലുകൾ കേരളത്തിലെ വ്യാപകമായി. ആലപ്പുഴയായിരുന്നു വെളിച്ചെണ്ണ വ്യവസായത്തിന്റെ കേന്ദ്രം. എവിടെയാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത്? ആലപ്പുഴയായിരുന്നു വെളിച്ചെണ്ണ വ്യവസായത്തിന്റെ, എന്തിന്റെയാണ്? വെളിച്ചെണ്ണ വ്യവസായത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് കേട്ടോ. വെളിച്ചെണ്ണ വ്യവസായത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പൊ 1859 ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായി. അപ്പൊ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമാകുന്നത് എപ്പോഴാണ്? 1859 1859 കശുവണ്ടി ഫാക്ടറികൾ കൊല്ലം കേന്ദ്രമായിട്ട് വളർന്നു. ഓക്കെ, ഫറോക്ക്, കൊല്ലം, ഒല്ലൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഓട്ട് കമ്പനികളും കണ്ണൂർ, കോഴിക്കോട് കൈത്തറി നിർമ്മാണശാലകളും ആരംഭിച്ചു. ബീഡി വ്യവസായം കണ്ണൂർ കേന്ദ്രമായിട്ട് വളർന്നു. ഈ ഒരു പാരഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണ്, ഇത് വായിച്ചു പഠിക്കണം കേട്ടോ. ഓക്കെ, അടുത്തത് കുറച്ച് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതായത് 20-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ ആധുനിക വ്യവസായശാലകൾ കേരളത്തിൽ സ്ഥാപിക്കപ്പെടുന്നത്. അവയിൽ ഭൂരിഭാഗവും തിരുവിതാംകൂറിലും കൊച്ചിയിലുമായിരുന്നു. ബ്രിട്ടീഷുകാർ വ്യവസായങ്ങൾക്ക് ആവശ്യമായ സാങ്കേതിക സാമ്പത്തിക സഹായങ്ങൾ നൽകി. പള്ളിവാസൽ വൈദ്യുതി നിലയം സ്ഥാപിക്കപ്പെട്ടത് ആധുനിക വ്യവസായങ്ങളുടെ വളർച്ച ത്വരിതപ്പെടുത്തി. ഓക്കെ, അപ്പൊ മറ്റുള്ളവ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് സ്ഥാപിക്കപ്പെട്ട മറ്റുള്ളവ എന്തൊക്കെയാണ്? പേപ്പർ മില്ല് കൊല്ലം, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അത് പഠിക്കണേ. തുണിമൽ പേപ്പർ, പുനലൂർ പേപ്പർ മില്ല് കൊല്ലം. കളമശ്ശേരിയിലെ ഫാക്ട് എവിടെയാണ്? എറണാകുളം. കുണ്ടറ സെറാമിക്സ് കൊല്ലം. റബ്ബർ വർക്ക്സ് തിരുവനന്തപുരം. ടാറ്റ ഓയിൽ മിൽസ് കൊച്ചി. അകളപ്പ തുണിമില്ല്, അളഗപ്പ തുണിമില്ല് എന്ന് പറയുന്നത് കൊച്ചിയിൽ. ഓക്കെ, ഇവയാണ് ആ ഒരു സമയത്ത് ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ മൂലധനം സ്വരൂപിക്കുന്നതിൽ പണമിടപാട് സ്ഥാപനങ്ങളായി ബാങ്കുകൾ ഇക്കാലത്ത് കേരളത്തിൽ വളർന്നു വന്നു. ആദ്യമായിട്ട് രൂപം കൊണ്ട സ്വകാര്യ ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക്. എന്താണ്? നെടുങ്ങാടി ബാങ്ക് എന്ന് പറഞ്ഞത്. തുടർന്ന് ഇംപീരിയൽ ബാങ്ക്, ഇന്ത്യൻ നാഷണൽ ബാങ്ക്, ചാർട്ടേഡ് ബാങ്ക് എന്നിവ നിലവിൽ വന്നു. അപ്പൊ ആദ്യമായിട്ട് രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതാണ്? നെടുങ്ങാടി ബാങ്കാണ്. ആദ്യമായിട്ട് രൂപം കൊണ്ട സ്വകാര്യ ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് ഇംപീരിയൽ ബാങ്കും ഇന്ത്യൻ നാഷണൽ ബാങ്ക്, ചാർട്ടേഡ് ബാങ്ക് എന്നിവ നിലവിൽ വന്നു. ഓക്കെ, അടുത്തത് യൂറോപ്യരുടെ വരവോടെയാണ് കേരളത്തിലെ അച്ചടി ആരംഭിക്കുന്നത്. ഓക്കെ, മലയാളത്തില് വ്യാകരണ ഗ്രന്ഥങ്ങളും നിഘണ്ടുവും തയ്യാറാക്കുന്നതിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നത് ജെസ്യൂട്ട് മിഷണറിമാരാണ്. ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് ആദ്യത്തില്. ആരാണ്? ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്. മലയാള ഭാഷയിൽ ആദ്യത്തെ നിഘണ്ടു. ഓക്കെ, മലയാള ഭാഷയിലെ ആദ്യത്തെ നിഘണ്ടു. ഇതൊക്കെ നമ്മൾ ഇന്നലെ പഠിച്ചതാണ്, പക്ഷെ എന്നാലും ഒന്നുകൂടെ നോക്കുക കേട്ടോ. SCRT ആയതുകൊണ്ട് നമ്മൾ വിട്ടുകളയണ്ട. ഓക്കെ, അപ്പൊ മലയാള ഭാഷയിലെ ആദ്യത്തെ നിഘണ്ടു രൂപപ്പെടുത്തിയത് ആരാണ്? അർണോസ് പാതിരിയാണ്. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം. എന്താണ് സംക്ഷേപ വേദാർത്ഥം? മിഷണറിയായ ബെഞ്ചമിൻ ബെയ്ലി. ആരാണ്? ബെഞ്ചമിൻ ബെയ്ലിയും ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുവും, അതായത് ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ട് മലയാളം ഇംഗ്ലീഷ് നിഘണ്ടുവും പ്രസിദ്ധപ്പെടുത്തി. ഓക്കെ, എന്താണ്? നമ്മുടെ മിഷണറിമാരായിട്ടുള്ള ബെഞ്ചമിൻ ബെയ്ലി ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുവും ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ട് മലയാളം ഇംഗ്ലീഷ് നിഘണ്ടുവും പ്രസിദ്ധപ്പെടുത്തി. ഓക്കെ, അപ്പൊ ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ട് തലശ്ശേരിയിൽ നിന്ന് പ്രസിദ്ധപ്പെടുത്തിയ രാജ്യസമാരം, പശ്ചിമോദയം എന്നിവ മലയാളത്തിന്റെ ആദ്യ പത്രങ്ങളാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ഇന്നലെ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്താണ്? ലണ്ടൻ മിഷൻ സൊസൈറ്റി അല്ലെ, LMS തിരുവിതാംകൂർ. ചർച്ച് മിഷൻ സൊസൈറ്റി CMS എന്ന് പറയുന്നത് കൊച്ചി, തിരുവിതാംകൂർ. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ, ഓക്കെ, BEM എവിടെയാണ്? മലബാറാണ്. ഓക്കെ, ജാതിഭേദമന്യേ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ആശയത്തിന് കേരളത്തിൽ തുടക്കം കുറിക്കുന്നത് മിഷണറിമാരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഭരണാധികാരികൾ മിഷണറി സംഘങ്ങൾക്ക് ഭൂമി ദാനമായി നൽകി. തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും നാട്ടുരാജാക്കന്മാരും വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടുകയും സ്കൂളുകളും കോളേജുകളും സ്ഥാപിക്കുകയും ചെയ്തു. തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്ന ഗൗരി പാർവതിബായി 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം ശ്രദ്ധേയമാണ്. ഓക്കെ, അപ്പോ തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്ന ഗൗരി പാർവതിബായി 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് പുറപ്പെടുവിച്ച വിളംബരം ശ്രദ്ധേയമാണ്. അപ്പോൾ പ്രൈമറി വിദ്യാഭ്യാസം സാധ്യമാക്കിയത് ആരാണ്? ഗൗരി പാർവതിബായിയാണ്. 1817. ഓക്കെ,
ബ്രിട്ടീഷുകാരുടെ വരവിന് മുമ്പ് കേരളത്തിൽ നിലനിന്ന ശിക്ഷാവിധികളെ കുറിച്ച് ചർച്ച ചെയ്തല്ലോ. അക്കാലത്ത് കുറ്റാരോപിതന്റെ ജാതി അടിസ്ഥാനമാക്കിയായിരുന്നു വിചാരണയും ശിക്ഷയും നടപ്പിലാക്കിയിരുന്നത്. ഇത് നീതിന്യായ വ്യവസ്ഥയെ ബ്രിട്ടീഷുകാർ പരിഷ്കരിച്ചു. കുറ്റവാളിയുടെ വാദം കേട്ട ശേഷം കുറ്റത്തിന്റെ സ്വഭാവത്തിനനുസരിച്ച് ഏകീകൃതമായ ശിക്ഷാവിധികൾ നടപ്പിലാക്കാൻ തുടർന്നു. ഇതോടെ ജാതിക്കതീതമായി നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരായി. കേസുകളുടെ വിചാരണയ്ക്കായിട്ട് വിവിധ സ്ഥലങ്ങളിൽ കോടതികൾ സ്ഥാപിക്കുന്നതും ബ്രിട്ടീഷുകാരാണ്. ഓക്കെ, ബ്രിട്ടീഷ് ഭരണത്തോടെ കേരളത്തിലെ പരമ്പരാഗത ആയുർവേദ ചികിത്സാ രീതിയേക്കാൾ ആധുനിക വൈദ്യശാസ്ത്രത്തിന് പ്രാധാന്യം ലഭിച്ചു. വസൂരി തടയാനുള്ള കുത്തിവയ്പ് ഇമ്പോർട്ടന്റ് ആണ്. വസൂരി തടയാനുള്ള കുത്തിവയ്പ് ആദ്യമായിട്ട് നടത്തിയത് മലബാറിലാണ്. ഇക്കാലത്ത് തിരുവിതാംകൂറിലേക്ക് ഇംഗ്ലണ്ടിൽ നിന്ന് മരുന്ന് വരുത്താൻ ഒരു കമ്പനിയെ തന്നെ രാജാവ് നിയമിച്ചു. മലബാർ, തിരുവിതാംകൂർ, കൊച്ചി എന്നിവിടങ്ങളിൽ സർക്കാർ ആശുപത്രികൾ ആരംഭിച്ചു. ഓക്കെ, കേരളത്തിലെ ചില സമുദായങ്ങളിൽ നിലനിന്നിരുന്ന പിന്തുടർച്ച ക്രമം മാതാവ് വഴിയുള്ള മരുമക്കത്തായമായിരുന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സിദ്ധിച്ച യുവാക്കൾ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും കോടതികളിൽ വ്യവഹാരങ്ങൾ ഫയൽ ചെയ്യുകയും ചെയ്തു. അങ്ങനെ തിരുവിതാംകൂറിലും മലബാറിലും കൊച്ചിയിലും മരുമക്കത്തായത്തിനെതിരായ നിയമങ്ങൾ നിലവിൽ വന്നു. മക്കത്തായ സമ്പ്രദായത്തിനാണ് ഈ നിയമങ്ങൾ ഊന്നൽ നൽകിയത്. ഇത് പ്രകാരം തറവാട്ടിലെ എല്ലാ അംഗങ്ങൾക്കും സ്വത്തിനുമേൽ അവകാശം ലഭിച്ചു. ഈ തറവാട്, കൂട്ടുകുടുംബം എന്നിവയുടെ തകർച്ചയ്ക്ക് കാരണമായി. ഓക്കെ, അപ്പോ കേരളത്തിലെ വിഭവങ്ങൾ ചൂഷണം ചെയ്യാനും ഭരണം സുഗമമാക്കാനുള്ള നടപടികളുടെ ഭാഗമായിരുന്നു ഈ പരിഷ്കാരങ്ങളെങ്കിലും കേരളീയ സമൂഹത്തിന്റെ ആധുനീകരണത്തിന് ഇവ സഹായകമായി. ഓക്കെ, അടുത്ത എന്താണ് 19ാം നൂറ്റാണ്ടിൽ ഇത് സാമൂഹ്യ പരിഷ്കർത്താക്കളെ കുറിച്ചുള്ളതാണ് കേട്ടോ. നമുക്ക് ഇപ്പൊ ഇതൊന്നും നമുക്ക് പഠിക്കാനില്ല. ഇതൊക്കെ അയ്യങ്കാളി അവരെ കുറിച്ചുള്ളതാണ്. അപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് കലാപങ്ങളെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ പഠിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോ ഇത്രയാണ് കേരളം ആധുനികതയിലേക്ക് എന്ന് പറഞ്ഞ വലിയൊരു ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് അതിന്റെ ഒരു ഫസ്റ്റ് പോർഷനിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ അറൈവൽ ഓഫ് യൂറോപ്യൻസ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ നമ്മുടെ കഴിഞ്ഞു. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് അടുത്തത് എന്താണ് നോക്കാനായിട്ടുള്ളത്? അടുത്തത് നമുക്ക് നോക്കാനായിട്ടുള്ളത് നമ്മുടെ എന്താണ് തിരുവിതാംകൂറിന്റെ ഹിസ്റ്ററിയാണ് കേട്ടോ. തിരുവിതാംകൂറിന്റെ ഹിസ്റ്ററിയാണ് ഞാൻ ആവശ്യമുള്ള പോയിന്റ്സ് മാത്രം നോക്കിയിട്ട് നോട്ട്സ് തയ്യാറാക്കുന്നുള്ളൂ കേട്ടോ. ഒരുപാട് ആവശ്യമില്ലാതെ വലിച്ചുവാരി ഇടുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് ഇന്നത്തോടുകൂടി തീർന്നു. അറൈവൽ ഓഫ് യൂറോപ്യൻസ് എന്ന് പറയുന്നത് ഇന്നത്തോടെ ക്ലാസ് കഴിയുകയാണ്. ഓക്കെ, അപ്പോൾ വേറൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും പിന്നെ കാണാം കേട്ടോ. താങ്ക് യു സോ മച്ച്.